മധുങ്കൾ എന്താ അവിടെ? ഞാൻ പറഞ്ഞു അടുത്ത ഒക്ടേവിലും കൂടെ പാടാം ഇങ്ങനെ. ഓ അതായിരുന്നു കേട്ടത്. മീനുട്ടിക്ക് ചേട്ടന് ശ്വാസം മുട്ടുമ്പോ ഒരു സന്തോഷം തോന്നുന്നു പറഞ്ഞില്ലേ? അതുപോലെയോ? അതുപോലെ എനിക്ക് ഇങ്ങനെ ഹൈ പാടി ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു സന്തോഷം. ഈ അത്ഭുതം വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഞാൻ ഈ അടുത്തത് കണ്ടുപിടിച്ചു. അത് തന്നെ. ആരെങ്കിലും നമുക്ക് ഇതെന്തായാലും അവർക്ക് ചെയ്യാൻ പറ്റൂല നമ്മൾ വിചാരിക്കുന്ന കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. അതാ എക്സൈറ്റ്മെന്റ്. മനസ്സിലായോ? അതാണ് അത്. അതെ, ഇപ്പൊ നമ്മൾ അങ്ങനെ സന്തോഷിപ്പിക്കാൻ ഒരാൾ വരാൻ പോവാണ്. ചങ്സ് ചോയ്സ് ആണ്. ചങ്സ് ചോയ്സിലെ ഫൈനൽ റൗണ്ടുമായിട്ടാണ് വരാൻ പോകുന്നത്. നമ്മുടെ ആവണിക്കുട്ടിയാണ്. വിളിച്ചാലോ? വിളിക്കാം. മധുരഗാനാണ് കേട്ടോ പാടാൻ പോകുന്നത്. മധുരഗാനം. യെസ്, ലെറ്റ്സ് വെൽക്കം ആവണിക്കുട്ടി ഓൺ സ്റ്റേജ്. വന്ന് ചിരിക്കൊടുക്കാം. ആവണിക്കുട്ടി. ഹലോ ചേച്ചി. ഇതെന്ത് തല ഇങ്ങനെ ആട്ടത്? ഇങ്ങനെ രണ്ട് മുടി മുടി ഇങ്ങനെ ഇളകുന്നുകൊണ്ട് ഇങ്ങനെ ഇളക്കാൻ വേണ്ടി ചെയ്തതല്ലേ? ഈ ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി. അത് മതി. പിന്നെ ജിമ്മി കമ്മലും കൂടി ഇങ്ങനെ കിടന്ന് ആടുമല്ലോ. അതെ. എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ. ഒരു കാര്യം അറിഞ്ഞല്ലോ, ഈ ഡ്രസ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവിടെ വിഷ്ണുചേട്ടനൊക്കെ പറയുന്ന ഇത് അമ്പലത്തിൽ നിന്ന് പൂജിച്ച ഡ്രസ് ആണോ? അതെന്താന്ന് വെച്ചാ ഇന്ന് ഞാന് ഇവിടെ വന്നപ്പോ 2 ഉടുപ്പുണ്ടായിരുന്നു. വേറൊരു ഉടുപ്പും ഉണ്ടായിരുന്നു. ഞാൻ വിഷ്ണുചേട്ടനോട് ചോദിച്ചു ഏത് ഉടുപ്പുണ്ട്. ഈ ഉടുപ്പ് ഞാൻ ഒരു പ്രാവശ്യം ഇൻട്രോയ്ക്ക് ഇട്ടതാ. അപ്പൊ അതിടാൻ പറ്റുമോന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു അല്ല ഇത് ഇൻട്രോയ്ക്ക് ഇട്ടാണെങ്കിൽ വേറെ ഇടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതാ ഇഷ്ടം, ചെയ്തിട്ടോടെന്ന് ചോദിച്ചു. അപ്പൊ അത് വിഷ്ണുചേട്ടൻ പറഞ്ഞ അമ്പലത്തിൽ നിന്ന് പൂജിച്ച ഡ്രസ് ആക്കി. ഞാനൊരു നിമിഷം ഞെട്ടിപ്പോയത് കേട്ടപ്പോ. വിഷ്ണുവിന്റെ സംശയമായിരിക്കും. ഇനിയിപ്പൊ എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അല്ലേ പാടുന്നതിന് മുമ്പും അപ്പൊ വിഷ്ണു വിചാരിച്ചോണ്ട് ഈ ഉടുപ്പ് തന്നെ പിന്നെ പൂജിച്ചു കൊണ്ടുവന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ കളർ അടിക്കാൻ തോന്നുന്നു കാണുമ്പോ. ഇങ്ങനത്തെ ബുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് മണ്ഡല ഡിസൈൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടും. എന്തായാലും കൊള്ളാം. സൂപ്പർ കോസ്റ്റ്യൂം. ചെരുപ്പും കൊള്ളാട്ടെ. ചെരുപ്പ് ചേരുന്നുണ്ട്. ഈ ഇന്തോനേഷ്യയിലും മലേഷ്യയിലൊക്കെ ബാത്തിക് ഷർട്ട്സ് ഉണ്ട്. ബാത്തിക് പ്രിന്റ് എന്ന് പറയും. അത് ഇതുപോലെയൊക്കെ ഇരിക്കും. ഒരു വ്യത്യാസമാണ്. അത് ഭയങ്കര രസമാണ് കേട്ടാ. അപ്പൊ ഏതാണ് പാട്ട്? കിഴക്കുന്ന് തൊടുത്താൽ ചിരിക്കാൻ തുടങ്ങും. ആവണിക്കുട്ടീനെ പറ്റിയിട്ട് തന്നെയുള്ള പാട്ടാണല്ലോ. തൊടുത്താലേ ചിരിക്കുള്ളൂ. അല്ലെങ്കിലും ഇത് 24 hours ചിരി. അതെ, കേൾക്കാല്ലേ പാട്ട്? കേൾക്കാം നമുക്ക്. യെസ്, അപ്പൊ നമ്മുടെ ആവണിക്കുട്ടി പാടാൻ പോവാണ്. പ്രേക്ഷകരെല്ലാവരും QR കോഡ് സ്കാൻ ചെയ്ത് ആവണിക്ക് വോട്ട് ചെയ്യാം. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ.
കുരുക്കുത്തിക്കൂടമുല്ലേ എല്ലാരും പറകിട പറകിട എനിക്കും നിനക്കും കീറുക്കെന്ന് എനിക്കും നിനക്കും കീറുക്കെന്ന് കുരുക്കുത്തിക്കൂടമുല്ലേ എന്റെ കുരുക്കുത്തിക്കൂടമുല്ലേ എല്ലാരും പറകിട പറകിട എനിക്കും നിനക്കും കീറുക്കെന്ന് എനിക്കും നിനക്കും കീറുക്കെന്ന് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് മോളെ വെരി ഗുഡ് വെരി ഗുഡ്. ആവണിക്കുട്ടി എന്താ ചേച്ചി? നല്ല എക്സ്പ്രഷൻസ്. താങ്ക് യു. ഓരോ എന്താ പറയാ ഓരോ വരിയും എടുത്തിട്ട് അതിന്റെ എക്സ്പ്രഷൻസ് എനിക്കും നിനക്കും അതായത് എനിക്കും നിനക്കും കിറുക്കെന്ന് കിറുക്കുണ്ടോ? പറയുമ്പോഴത്തേക്കും ആ ഒരു ഉണ്ടോ നോക്കട്ടെ. ആ ഇല്ല ഇല്ല ഓക്കെ ഇല്ലില്ല ഓക്കെ ഓക്കെ ആവണിക്കുട്ടി ഓക്കെയാ. അതൊക്കെ പറയുമ്പോഴത്തേക്കുള്ള എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നില്ലേ, ആ. അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. തൊടുത്താൽ ചിരിക്കാൻ തുടങ്ങും കുരുക്കുത്തിക്കൂടമുല്ലേ എന്റെ കുരുക്കുത്തിക്കൂടമുല്ലേ എല്ലാരും പറകിട പറകിട എനിക്കും നിനക്കും കീറുക്കെന്ന് എനിക്കും നിനക്കും കീറുക്കെന്ന്. ഇന്നത്തെ എക്സ്പ്രഷൻസ് പറയുന്നത് കലക്കൻ എക്സ്പ്രഷൻസ് അല്ല, കിറുക്കൻ എക്സ്പ്രഷൻസ്. യെസ്, അത് രസമാണ്. ആ ഒരു ചിരി ഉണ്ടല്ലോ ആവണിക്കുട്ടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആ ചിരി, ആ പല്ലവിയില് ചിരിക്കാൻ തുടങ്ങുന്നു പറയുമ്പോഴത്തേക്കും ആ ചിരി തന്നാലെ ഇങ്ങനെ വരിക. അപ്പൊ ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു ആവണിക്കുട്ടി. താങ്ക് യു ചേച്ചി. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. താങ്ക് യു. നല്ല നല്ല രസമായിട്ട് പാടി. അവിടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു ശ്രുതി പ്രശ്നങ്ങൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. ചിങ്ങം പിറന്നാൽ പാടാൻ തുടങ്ങും, അവിടെ ഒരു പിച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ചങ്ങാലി കിളിപ്പെണ്ണ ചങ്ങാലി കിളിപ്പെണ്ണ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാരും ചിരിക്കണ് ചൊല്ലണ്, നമ്മളെല്ലാം ഒരേതാണല്ലോ. പുലരാൻ പുലരാൻ 7:30 രാവുള്ളപ്പോൾ അവിടെ ഒരു പിച്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പിച്ച് പ്രശ്നങ്ങൾ. കഴിഞ്ഞു. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പിച്ച് പ്രശ്നങ്ങൾ. ആ. പിന്നെ എനിക്ക് തോന്നിയത് ആ ഹൈ പാടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഫീല് കൊണ്ടുവരായിരുന്നു എന്ന് തോന്നി, ആ. അനുപല്ലവിയിലും ചരണത്തിലും. അതായത് നമുക്ക് ഹൈ കിട്ടാൻ വേണ്ടിയിട്ട് വോളിയം വെച്ച് എക്സ്പ്ലോഡ് ചെയ്യാതെ അല്ലെങ്കിൽ വോളിയം വെച്ച് എത്തിപ്പിടിക്കാൻ നോക്കാതെ കുറച്ചും കൂടെ അവിടെ ഒരു ഫീല് കൊണ്ടുവരായിരുന്നു എന്നൊരു തോന്നി. ആ പ്ലേഫുൾനെസ് ഉണ്ടായിരുന്നു അവിടെ, പ്ലേഫുൾ ആയിരുന്നു, പക്ഷെ കുറച്ചും കൂടെ ഒരു ഭംഗി വന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊരു ഫീല് തോന്നി എനിക്ക് കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് ആ താലം നിറയെ തങ്കപ്പവനോ എന്ന് പാടിയ ഭാഗത്ത് ഞാൻ വിചാരിച്ച ശ്വാസം കിട്ടില്ല, പക്ഷെ അവിടെ ശ്വാസം കിട്ടി. അതെന്താ പുതിയ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? അന്ന് എന്റെ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ പോയിട്ടുണ്ടല്ലോ, ആ സമയത്ത് ശ്വാസം
കൊറേ ശ്വാസം എടുത്തു എടുത്തിട്ട് പാടി. എടുത്ത് പാടി. അതാണ് വയറ് വീർത്തിരുന്നേ. അത് ഓക്കെ കൊറേ ശ്വാസം എടുത്തതാണ്. അതാണ്, അതും നോട്ട് ചെയ്തു കേട്ടോ. അതൊക്കെ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു ആവണിക്കുട്ടി. നല്ല മിടുക്കിയായിട്ട് ചെറുതായി ശ്വാസം വിട്ട് വിട്ട് അതെ, അതെ, അതെ. പിന്നെ ലാല 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 വരുമ്പോ അതൊക്കെ പിന്നെ ഗ്യാപ്പ് ഉണ്ടല്ലോ കുറെ സ്ഥലത്ത്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. മറ്റേ ഭാഗത്താണ് അധികം ഒറ്റയടിക്ക് പാടാനുള്ളത്. പക്ഷെ കലക്കി. എന്തൊരു പ്രോഗ്രസ് ആവണിക്കുട്ടി. മിടുക്കിയായിട്ട് പാടി കേട്ടോ. എല്ലാം സൂപ്പർ. എനിക്ക് ആ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഈ കോസ്റ്റ്യൂം സെലക്ട് ചെയ്തത് നന്നായും തോന്നുന്നു എനിക്ക് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആവണിക്കുട്ടി എന്തോ സർ? അസലായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. നല്ല നല്ല പ്രസൻസ് ഉണ്ടായിരുന്നു പാടിയതില് കേട്ടോ. ഇത് നല്ല ചിരിച്ച് പാടുന്ന പാട്ടാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചിരിച്ചുകൊണ്ട് തന്നെയാണ് പാടിയത്. പല്ലവിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആകെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ആര്യ പറഞ്ഞു തീർത്തു. ഇനി ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. എന്തായാലും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്. ഇത് ഇടയ്ക്ക് വന്ന അതിഥിയായിട്ട് പോലും ഇടയ്ക്ക് വന്ന് കയറിയ ആളല്ലേ. അപ്പൊ എന്നിട്ട് പോലും പിടിച്ച് ഇത്രയും നല്ല ഗ്രാഫൊക്കെ നല്ല കുത്തനെ ഉയർന്ന് നല്ല ഇമ്പ്രൂവ്മെന്റോടുകൂടിയാണ് ഇന്നിപ്പോ പാടുന്നത്. എല്ലാ പാട്ടുകളും. ഇന്നത്തെ പാട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആര്യ മാം എല്ലാം വിശദീകരിച്ച് തന്നു. ഓക്കെ, ഇതൊക്കെ ഉള്ളൂ. എന്നാലും കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം ഏതായിരിക്കും? എനിക്കും നിനക്കും പറഞ്ഞോ. കിറുക്കാന്ന് അതിന് ആ കിറുക്ക് ഒന്നുകൂടെ പാടാമത്. എനിക്കും നിനക്കും കീറുക്കെന്ന്, എനിക്കും നിനക്കും കീറുക്കെന്ന്. മിനുടാ, എന്തോ ഇത്ര അനുഭവിച്ച് എങ്ങനെ പാടാൻ പറ്റും? പറയാൻ പോയത്. അതെങ്ങനെ ഇത്ര അനുഭവിക്കാൻ പറ്റുന്നേ? അല്ല, ഒത്തില്ല. അവിടെ അതിന്റെ അർത്ഥം അമ്മ പറഞ്ഞു തന്നു. അപ്പൊ പിന്നെ ആ ഒരു പ്ലേഫുൾനെസ് അല്ലേ, ഒരു രസമുള്ള ഒരു എക്സ്പ്രഷൻ. അവിടെ അഭിനയിക്കേണ്ടി വന്നില്ലാന്ന്, അവിടെ ജീവിച്ചു, അവിടെ ജീവിക്കുകയായിരുന്നു. അതെ അല്ലെ, അത് ഉഗ്രനായിരുന്നു കേട്ടോ. അതിന്റെ എക്സ്പ്രഷൻ എസ്പെഷ്യലി വെരി വെരി നൈസ്. എക്സ്പ്രഷൻ ഇടാൻ പറ്റുന്ന എത്രയോ ഭാഗങ്ങൾ നല്ലതുണ്ടായിരുന്നു. ഈ കിറുക്കിൽ മാത്രം ഇത്ര നല്ല എക്സ്പ്രഷൻ ഇട്ടത് എന്താണ്? അല്ല, അമ്മ പറഞ്ഞു അവിടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹുക്കായി നിൽക്കുന്നു അല്ലേ, മനസ്സിലിങ്ങനെ നിൽക്കും അവിടെ എക്സ്പ്രഷൻ ഇട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കിറുക്കൻ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ കുടമുല്ല അതെങ്ങനെ പാടുന്ന? എക്സാജറേഷൻ പാടില്ല. നമ്മള് കുടമുല്ല കൂട് കൊള്ളാം, കൂട് കൊള്ളാമോ? അതിൽ കൂടുതലായി പോയി. ഇപ്പൊ കൂട് അത് കൊള്ളാമോ? കൂട് കൂട് കൊള്ളാമോ? ഏതാ നല്ലത് ഇപ്പൊ? കൂട് 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 എന്ന് പറയും. കുരുക്കുത്തിക്കൂട് കുരുക്കുത്തിക്കൂട് അത്രയും പോരെ? കുരുക്കുത്തിക്കൂട് അത് കൂടാ. അതുപോലെ കളിയെന്ന് കല്യാണ പെണ്ണിന്റെ കളിയെന്ന്, കല്യാണ പെണ്ണിന്റെ കളിയെന്ന്. അത് കളി 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 കളിയെന്ന്. അത് കളി, അത് വേണ്ട. അപ്പൊ ഇത്തരം എക്സ്പ്രഷൻസ് ഒക്കെ നമ്മള് പ്രത്യേകിച്ചും ആവണിക്ക് നല്ല ത്രോ ഉണ്ട് വോയിസിന്. അപ്പൊ ഇതില് അത്രയും ത്രോവും കൂടെ കൊടുത്ത് അതിന്റെ കൂടെ എക്സ്പ്രഷൻസും കൂടെ കൂട്ടി വരുമ്പോ അത് ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് വരും. അപ്പൊ അത് വേണ്ട കേട്ടോ. അത്യാവശ്യത്തിന് മതി. പിന്നെ എനിക്ക് ലലല ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ചരണത്തിന്റെ എൻഡില് ശ്രുതി ചേർന്നില്ല. പക്ഷെ സെക്കൻഡ് ചരണത്തിന്റെ എൻഡില് ഉഗ്രനായിട്ട് പാടി. സെക്കൻഡ് ചരണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ സെക്കൻഡ് ചരണത്തിന്റെ ബിഗിനിങ് നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞ പോലെ ശ്രുതി ചേരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാലഘട്ടത്തിന്റെ ഒരു സുഗന്ധമാണ് ഈ പാട്ടെന്ന് പറയുന്നത് അല്ലേ. പിന്നെയും ഏതൊക്കെയോ നാട്ടിലേക്ക്, നാടിന്റെ ഉൾഭാഗത്തിലേക്ക് പോയി അവിടെയൊക്കെ ഏതൊക്കെയോ പുഴയുടെ അരികിലോ ഒക്കെ ഇരിക്കുന്ന പോലെ ഫീൽ ഉണ്ടായിരുന്നു. അതൊക്കെ മോള് പാടിയപ്പോഴത്തേക്ക് അത്തരം സുഗന്ധങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ യുവർ വോയിസ്. മാത്രമല്ല വോയിസിനെ വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
അതാണല്ലോ. അപ്പൊ ഇന്റലിജൻസും ഉണ്ട് ആവണിക്കുട്ടിക്ക്. ആവണിക്കുട്ടി ഇവിടെ വൈൽഡ് കാർഡ് എൻട്രി ആണെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രയും ലീപ്സ് ആൻഡ് ബൗൺസിൽ ഇങ്ങനെ കയറി 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 ഇങ്ങനെ വരികയാണ്. ഒരു രക്ഷയില്ലാട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാ എവിടെയും എത്താം. അതാണ് കേട്ടോ. അപ്പൊ കീപ് വർക്കിംഗ്, അതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. ആവണിക്കുട്ടിക്ക് ഇന്നത്തെ മാർക്ക് 98 100-ൽ. താങ്ക് യു ചേച്ചി. ചിരിക്കാൻ തുടങ്ങും കുരുക്കുത്തിക്കുടമുല്ലേ, എന്റെ കുരുക്കുത്തിക്കുടമുല്ലേ. ആവണിത്തുമ്പി, ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം സൂപ്പർ ഡൂപ്പർ ആയിട്ട് വരണം. ബൈ ബൈ ബൈ. ടാറ്റാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്കും നിനക്കും കിറുക്കെന്ന്. നമുക്ക് നല്ലൊരു ചങ്ക്സ് ചോയ്സ് വന്നിരിക്കുകയാണ്. ചങ്ക്സ് ചോയ്സില് ഇത് ഫൈനൽ സോങ് ആണ്, ഫൈനൽ റൗണ്ട് ആണ്, മധുര ഗാനാണ്. അത് പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ പാർത്ഥിവ് കുട്ടൻ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം പാർത്ഥിവ് ഓൺ സ്റ്റേജ്. ഹലോ. 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 Who is this smart boy? കുട്ടുമണി 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 കുട്ടുമണിയുടെ ഇതുവരെയുള്ള പെർഫോമൻസസ് ഇങ്ങനെ അവലോകനം ചെയ്യുമ്പോൾ എംഫാറ്റിക് പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അത്തരം എംഫാറ്റിക് പെർഫോമൻസസ് ഇനി കൂടുതൽ കൂടുതൽ വരട്ടെ. Yes. നമ്മൾ അങ്ങനെ പുതിയ ഒരു മെയിൻ റോഡ് എടുക്കല്ലേ, Yes. ക്വാർട്ടർ ഫൈനൽസിലോട്ട് പോവാണ്. ഇത് നമ്മുടെ കുട്ടുമണിയുടെ പ്രീ ക്വാർട്ടറിലുള്ള അവസാനത്തെ ഒരു കവാടമാണ്, കവാടം. ഓ, അല്ലെ, ഡോർ. അപ്പോ ഏതാണ് ഇന്നത്തെ മധുര ഗാനം? 1000 പാദസരങ്ങൾ കിലുങ്ങി. ഓ, നദി സിനിമയിലെ പാട്ട്. അതെ. yes. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ കുമിളകളിൽ കുമിളകൾ. വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ ഓമലെ ആരോമലെ ആരോമലെ ഒന്ന് ചിരിക്കൂ, ഒരിക്കൽ കൂടി ഒന്ന് പാടിക്കോ. കേക്കല്ലേ പാട്ട്? യെസ്, നമ്മുടെ കുട്ടുമണി പാടാൻ പോവാണ്. എല്ലാ പ്രേക്ഷകരും സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കുട്ടുമണിക്കുട്ടന് വോട്ട് ചെയ്യണം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ആഹാ ആഹാ കാലക്കി കാലക്കി മിടുക്കൻ, അടിപൊളി അടിപൊളി. എന്റെ കുഞ്ഞുമകനെ, നീ എങ്ങനെ പാടണമെന്നാണ് അങ്കിൾ സ്വപ്നം കണ്ടതും? ദാറ്റ് ഡ്രീം കംസ് ട്രൂ ടുഡേ. Yes. ആ മേളയുള്ള പോർഷൻസ് ആ അതവിടെ അവിടെ എത്തുവോ? അത് rehearsal- എന്നുള്ളത് റിഹേഴ്സലിന്റെ സമയത്ത് പാടിയപ്പോ നമ്മളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. എവിടെയെങ്കിലും വീണു പോകുന്ന പേടി. അതുകൊണ്ട് ഞാൻ കണ്ണടച്ചിരുന്നു. പക്ഷെ ഓരോ കടമ്പയും ഇവൻ കടക്കുമ്പോഴുണ്ടല്ലോ എന്തോ ഞാൻ വിജയിച്ച പോലുള്ളൊരു അങ്ങനെ എനിക്ക് തോന്നി. കാരണം നീ അത്രയും ഭയങ്കര മിടുക്കനാണ്. അതെ, അതെ, പക്ഷെ അതെ. പല പെർഫോമൻസസിലും അവന്റെ ടാലന്റിനനുസരിച്ച് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതെ അതെ കറക്റ്റ്. ഇന്ന് അത് പറ്റി. പക്ഷെ ഇന്ന് അവനായി. ഇതൊരു പുതിയ തുടക്കമാണ്. ഇവിടെ നിന്ന് ഇനി ഗംഭീരമായിട്ടുള്ള ഒരു ട്രാൻസിഷൻ വന്ന് ഇതുപോലത്തെ പെർഫോമൻസസ് ആയിരിക്കണം ഇനി മുന്നോട്ട്. ഓരോ ഇടങ്ങളും ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, അതെ അല്ലേ? തീർച്ചയായിട്ടും. ഓരോ ഇടങ്ങളും വളരെ ശ്രദ്ധിച്ചാണ് പാടിയിരിക്കുന്നത്. അതെ അതെ അതെ. ശ്രദ്ധ മാത്രമല്ല, ഇവന്റെ ഉള്ളിൽ എത്രത്തോളം സംഗീതം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത്, അതിന്ന് നിറഞ്ഞു കവിഞ്ഞു ഒഴുകി അതൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കി. അതാണ് ആ തീർച്ചയായും. രീതിയിലാണ്. അപ്പോൾ യു ഹാവ് കം ടു കോൺകർ ടുഡേ. അത് മാത്രമല്ല, ഈ ക്ലാസിക്, ദേവരായ മാസ്റ്ററുടെ ഈ ക്ലാസിക്, വയലാർ സാറിന്റെ ഈ ക്ലാസിക് ഒരു ഗ്രേറ്റ് സിനിമയുടെ ഭാഗമാണ്. നദി എന്ന് പറഞ്ഞ സിനിമ, നസീർ സാറിന് കായാമ്പൂ കണ്ണിൽ നമ്മുടെ ഓർമ്മയുണ്ട്. അത്തരം ഉഗ്രൻ പാട്ടുകളുള്ള ഒരു സിനിമ കൂടെയാണ്. അപ്പോൾ ഇത് പാടുന്നത് വളരെയധികം കഷ്ടമുള്ള കാര്യമാണ്. വളരെ മെച്യൂർ സിംഗറിന് പോലും ഇത് എടുത്താൽ പൊങ്ങാത്ത പാട്ടാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അത് അവൻ വളരെ അവധാനതയോടെ തന്നെ അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നിർത്താത്ത ഒരു നിറഞ്ഞ കയ്യടി അവൻ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കൊടുക്കണം. ശരി, കണ്ണു നിറഞ്ഞു കേട്ടോ. ബിക്കോസ് യു ഡിഡ് ഇറ്റ് ആൻഡ് ഐ എം ഷുവർ യു ക്യാൻ ഡു ഇറ്റ്. എനിക്ക് എപ്പോഴും ഈ മോനെ പറ്റി, നമ്മുടെ കുട്ടുമണിയെ കുറിച്ച് എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. അവൻ എപ്പോഴെങ്കിലും അത് ചെയ്യും. അത് ഇന്ന് ചെയ്തു. സന്തോഷം. കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. ലവ് യു മോനെ. വളരെ ഹാപ്പിയായി മധുവങ്കള്. കാരണം ഇതുവരെയുള്ള പാർത്ഥിവക്കുട്ടന്റെ ഇതുവരെ പാടിയതില് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ഞാൻ കേട്ടതില് ഞാൻ കുറച്ചാളുടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കേട്ടതില് പൂർണ്ണമായും സമ്മതിക്കുന്നു. അല്ലേ? അതെ, ദ ബെസ്റ്റ് ഇതായിരുന്നു. ഇപ്പോഴാണ് ട്രാക്കിൽ വീണത്. ഇന്ന് എന്താണോ ആ ഉള്ളിലുള്ള കഴിവ് അത് ഇന്ന് കറക്റ്റായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റി, പുറത്ത് കാണിക്കാൻ, പാടാൻ അത് ചെയ്യാൻ പറ്റി. കാരണം ആദ്യം ഒരു അവസാനം വരെ നല്ല കൺസിസ്റ്റന്റ് ആയിരുന്നു. ആകെ ഒരു ചെറിയ സ്ഥലത്തും അത് മൈന്യൂട്ടായിട്ട് കൽപ്പടവുകളും അത് മാത്രം ഒരു മൈന്യൂട്ട് പിച്ച് വേരിയേഷൻ. ബാക്കി അത് ഒഴിച്ച് ബാക്കി അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇന്ന് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് പാടിയത്. ഇതിപ്പോ ഏത് പുലി വന്ന് പാടിയാലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ശ്രുതി പ്രശ്നം എവിടെയെങ്കിലും കാണും. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് മനുഷ്യന് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക്
ഇതുപോലെ തന്നെ പോട്ടെ. Okay. ഇന്ന് പാടിയ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ? ശരിക്കും ആ ഹൈ പോയപ്പോഴേ ഫോൾസെറ്റോയിലേക്ക് കേറി അവൻ. അതെ ആ അതെ ട്രാൻസിഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടൊരു നൂൽപാലത്തിന്റെ മേളിലെ നടക്കുന്ന പോലെയാണ് പോയത്. അതെ അതെ. അതും പിച്ച് അത്രയും പെർഫെക്റ്റ് ആയിരുന്നു അവിടെ. പിച്ച് പെർഫെക്റ്റ് ആയിരുന്നു. അത്രയും ഡെലിക്കേറ്റ് ആയിട്ടാണ് അതെ. അത് പാടിയത്. ആര്യക്കൂടെ ഞാൻ ചലഞ്ച് എന്ന് പറയുന്നത് അവന് ശ്രുതി കുറച്ചു കഴിഞ്ഞാൽ ബേസ് കിട്ടൂല, ബേസ് കിട്ടില്ല, ശ്രുതി കൂട്ടിക്കഴിഞ്ഞാൽ മേളിലോട്ട് കിട്ടൂല. അതെ. മേളിലും കിട്ടില്ല. അപ്പൊ അതാണ് ആ ടൈറ്റ് റോപ്പ് Challenging എന്ന് പറയുന്നത്. yes, അത് exactly. വളരെ ചാലഞ്ചിങ് ആണ്, ഇത് വളരെ ചാലഞ്ചിങ്. ഇത് ഏത് ശ്രുതിയിലാ പാടിയപ്പോ? ഡി ഷാർപ്പ്. ഡീലാണ് ഈ പാട്ട്, ഒറിജിനൽ ഡീലാണ്. എന്താ പറയാ, കറക്റ്റ് ഒരു ശരിക്കും ഒരു നൂൽപാലത്തിലേ നടക്കുക എന്ന് പറയില്ലേ, അത് റിഹേഴ്സലിന്റെ സമയത്ത് എനിക്ക് അതുപോലെയാണ് ആ സ്ഥലത്ത് അത് അനുപല്ലവിയിലും അതെ ചരണത്തിലും അതെ പാടി വെച്ചിരിക്കുന്നത്. മാത്രമല്ല അത് കഴിഞ്ഞിട്ടൊരു എത്തുമ്പോഴത്തേക്ക് താഴേക്ക് ഒരു വരവുണ്ട്. അതിൽ നിന്ന് ട്രാൻസിഷൻ ഉണ്ടല്ലോ, ആ ഒരു ഫോൾസ് വോയിസ് നിന്ന് ചെസ്റ്റ് വോയിസിലേക്കുള്ള അവന്റെ ആ ട്രാൻസിഷൻ വാസ് പെർഫെക്റ്റ്. ഇതൊന്നും അറിഞ്ഞിട്ട് പറഞ്ഞല്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് രണ്ട് പ്രാവശ്യവും അത് ഒരുപോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കുട്ടുമണി ചെയ്തു എന്നുള്ളതാണ്. എനിക്കൂടെ നാച്ചുറൽ ആയിട്ട് വന്നതാ. ഈ ചെസ്റ്റ് വോയിസ് എങ്ങനെ പാടണം, ഫോൾസ് വോയിസ് എങ്ങനെ പോകണമെന്നൊന്നും ശരിക്കും അറിയില്ലല്ലോ കുട്ടുമണിക്ക്. ഇല്ലല്ലോ, നാച്ചുറൽ ആയിട്ട് വന്നതാ. അതെ, അത് അല്ല, കുട്ടുമണിക്ക് അങ്ങനെ ഒരു ട്രാൻസിഷൻ പോയിന്റ് ഇല്ല. അതെ, അത് നമുക്ക് മനസ്സിലായി. ഇല്ല. ഓടിയെത്തും ഓർമ്മകളിൽ ആ ഗ്ലൈഡ് ഭയങ്കര പെർഫെക്റ്റ്. മാത്രല്ല അത് ഇമോഷണൽ ആയിരുന്നു. അതാണ് ആ നോട്ട്സ് എന്നുള്ളതല്ല, ഭാവം വിടാതെ ഭാവം. അതില് വികാരം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പറയാ, അത്രയും സങ്കടത്തിന്റെ ഒരു വികാരം. ബ്യൂട്ടിഫുൾ. മാത്രല്ല ഒരു ക്ലാസിക് ഇതുപോലെ പാടി വെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ആർക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങ് പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. കുട്ടുമണി ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് പാടി എന്നുള്ളതിന് കുട്ടുമണി കുട്ടാ, ഈറനായ നദിയുടെ മാറിൽ, അത് ഒന്നുകൂടെ അങ്കിളിന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും സ്ട്രെയിൻ അല്ലേ, അപ്പൊ ഇനി പാടിയ വേണ്ട, അത് പാടണ്ട. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഭാഗം നമുക്ക് ഒന്നുകൂടെ കാണാം. റിഹേഴ്സലിന് പാടിയപ്പോ നമ്മൾ സംസാരിക്കരുത് മുകളിലേക്ക്. കാരണം റിഹേഴ്സലിന് ഇങ്ങനെ പാടിയില്ല, സത്യത്തിൽ അറിയാം, ഓർമ്മയുണ്ട? റിഹേഴ്സലിന് ഇങ്ങനെയല്ലേ പാടിയ. നല്ല ദൈവാധീനം ഉണ്ട്, നല്ല ഭാഗ്യമുണ്ട്, ആ ടേക്കില് കറക്റ്റ് ആയിട്ട് വന്നു. അതെ, അല്ല ഇത് വോയിസ് മാറുന്നതിന് മുന്നേ ഉള്ള ശബ്ദമാണെന്ന് ആലോചിക്കണം. അത്രയും റേഞ്ച് ഉണ്ട്, നല്ല ഒറിജിനൽ ശ്രുതിയെക്കാളും കൂട്ടി പാടിയത്. പിന്നെ ആ സെൻസിറ്റിവിറ്റി ഉണ്ട്, ഇമോഷണൽ സെൻസിറ്റിവിറ്റി ആൻഡ് മ്യൂസിക്കൽ സെൻസിറ്റിവിറ്റി that comes together and so നമ്മുടെ കുട്ടുമണി കുട്ടൻ going to be awarded 100 on 100 today. Plus 5 stars. കിട്ടിയിട്ടുണ്ടോ? 5 stars കിട്ടിയിട്ടുണ്ടോ? Very first time അല്ലേ? Yes. പോരട്ടെ, അങ്ങനെ ഒരു മധുര മഴ നമ്മുടെ കുട്ടുമണിക്ക്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ കുട്ടുമണി. 2 ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. നമ്മുടെ ഇന്നത്തെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ ബോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്, ഒരു ഉടുപ്പ്. അതെ, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് കുട്ടുമണി. താങ്ക് യു. 2 പേർക്കും താങ്ക് യു. ബൈ. അഭിനന്ദനം.
ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു സ്പെഷ്യൽ കാര്യം പറയാനുണ്ട്. നാളെയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 പ്രീ ക്വാർട്ടർ മത്സരങ്ങളുടെ അവസാന ദിവസം എന്ന് പറയുന്നത്. നാളെ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെയായിരിക്കും ക്വാർട്ടർ ഫൈനലിലേക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. നാളെ ഉറപ്പായിട്ടും സെലക്ഷൻ പ്രോസസ് ഒക്കെ ഉണ്ടാവും. പ്രേക്ഷകർ എല്ലാവരും മറക്കാതെ കാണുക, നോക്കിയിരുന്ന് കാണുക. അങ്ങനെ നോക്കിയിരുന്ന് കാണേണ്ട ഒരു എപ്പിസോഡാണ് നാളെ വരാൻ പോകുന്നത്. ഇന്നെന്തായാലും നമ്മൾ ടാറ്റ ബൈ ബൈ പറയുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ, സീ യു.